പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ കറിയത്തി എന്ന ഈ പാഠമാണ് നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ കഥയാണ് പഠിച്ചത് അല്ലേ? ഗ്രാമത്തിൽ സുന്ദരമായി ഒഴുകിപ്പോകുന്നൊരു അരുവിയും അതിന് ചുറ്റുമുള്ള വീടുകളും നാൽക്കാലികളും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്താണ് പഠിച്ചത്? പിന്നെ മുഫ്രദായ വാക്കുകളും ആ വാക്കുകളുടെ ജംഅകളും പഠിച്ചു. ആ വാക്കുകളൊക്കെ മനഃപ്പാഠം പഠിക്കണം, ഓർത്ത് വെക്കണം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള വാക്കുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഇനി 12ാമത്തെ പേജിൽ എന്താണുള്ളത് എന്ന് നോക്കാം. ഇവിടെ കുറേ ബോക്സുകൾ കാണുന്നുണ്ട്. ഈ ബോക്സുകളിലൊക്കെ കുറേ വാക്കുകൾ എഴുതിയിരിക്കുന്നത് കാണാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കൂ. നഖറഉ വനക്തുബു, നമുക്ക് വായിച്ച് എഴുതാം. നഖറഉ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. വനക്തുബു എന്നിട്ട് എഴുതാം. അതായത് ഈ ബോക്സുകളിലുള്ള വാക്കുകൾ നമ്മൾ വായിച്ചിട്ട് അത് സെൻറ്റൻസ് ആക്കിയിട്ട് ഇവിടെ എഴുതണം. ഈ 2 കോളങ്ങളിലാക്കി എഴുതണം. നമുക്കാദ്യം വായിച്ചു നോക്കാം. ഇവിടെ ഹാദ എന്നും ഹാദിഹി എന്നും കാണുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്കറിയുന്ന പദങ്ങളാണ്. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത്. ഹാദിഹി എന്ന് പറഞ്ഞാലോ? ഇത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇത് എന്നാണ് ഹാദയുടെയും ഹാദിഹിയുടെയും അർത്ഥങ്ങൾ. പിന്നെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഹാദ മുദക്കറാണ്, ഹാദിഹി മുഅന്നസാണ്. അതായത് ഹാദ പുല്ലിംഗമാണ്, ഹാദിഹി സ്ത്രീലിംഗമാണ്. മുദക്കറും മുഅന്നസും, സ്ത്രീലിംഗവും പുല്ലിംഗവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുദക്കർ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ആണിനെ സൂചിപ്പിക്കുന്നത്, പുരുഷൻ, ആണ്. സ്ത്രീലിംഗമോ പെണ്ണിനെ സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, അറബിയിൽ എല്ലാ വാക്കുകളും ഒന്നുകിൽ പുല്ലിംഗമാണ് അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹാദ എന്ന പദം മുദക്കറായ വാക്കുകളുടെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ. അതേപോലെ ഹാദിഹി എന്ന പദം മുഅന്നസായ വാക്കുകളുടെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ. ഇനി ഒരു വാക്ക് കണ്ടാൽ അത് മുദക്കറാണോ മുഅന്നസാണോ, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നെങ്ങനെ മനസ്സിലാകും? അതിനൊരു മാർഗമുണ്ട്. വാക്കിൻ്റെ അവസാനം ഇതേ രൂപത്തിലുള്ള മർബൂത്തത്തായ താ മർബൂത്ത എന്നാണ് ഇതിന് പറയുക. ഈ താ ഉണ്ടെങ്കിൽ ആ വാക്ക് സ്ത്രീലിംഗമായിരിക്കും, അതായത് മുഅന്നസായിരിക്കും. ഈ തായിൻ്റെ പേരെന്താണ്? താ മർബൂത്ത. അപ്പോൾ താ മർബൂത്ത ഉള്ള വാക്കുകൾ മുഅന്നസാണ്, താ മർബൂത്ത ഇല്ലാത്ത വാക്കുകൾ മുദക്കറാണ്. മുദക്കറിൻ്റെ കൂടെ ഇത് എന്ന് പറയാൻ നമ്മൾ ചേർക്കേണ്ടത് ഹാദയാണ്. മുഅന്നസിൻ്റെ കൂടെ ഇത് എന്ന് പറയാൻ ചേർക്കേണ്ടത് ഹാദിഹിയാണ്. ഇനി നമുക്ക് ഈ വാക്കുകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ വാക്ക് നെഹ്റുൻ. നെഹ്റുൻ മീൻസ് പുഴ. ഇത് മുദക്കറാണോ മുഅന്നസാണോ? അവസാനത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവസാനത്തിൽ താ കാണാനില്ല, അപ്പോൾ ഇത് മുദക്കറാണ്. രണ്ടാമത്തെ വാക്ക് ഹദീഖത്തുൻ, തോട്ടം. അതിൻ്റെ അവസാനത്തിൽ താ ഉണ്ട്, അപ്പോൾ ഇത് മുഅന്നസാണ്. അടുത്ത വാക്ക് ഷജറത്തുൻ, മരം. അവസാനം താ ഉള്ളതുകൊണ്ട് മുഅന്നസാണ്. പിന്നെ ജദ്വലുൻ, താ ഇല്ല, അപ്പോൾ ഇത് മുദക്കറാണ്. ജദ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്കുകളാണ് ഇതൊക്കെ. ബിർക്കത്തുൻ, കുളം, മുഅന്നസാണ്, താ കാണുന്നുണ്ട്. ബൈത്തുൻ, വീട്. ഇത് മുഅന്നസാണോ മുദക്കറാണോ? അവസാനം താ ഉണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞ മർബൂത്തതായ താ അല്ല ഇവിടെ ഉള്ളത്. ഈ തായുടെ പേര് താ മബ്സൂത്ത എന്നാണ്. ഈ താ മുഅന്നസിൻ്റെ അടയാളമല്ല, അപ്പോൾ ഇത് മുദക്കറാണ്. ഈ മർബൂത്തതായ താ വന്നാൽ മാത്രമാണ് മുഅന്നസാവുകയുള്ളൂ. ഇനി ഇതിൻ്റെ ശേഷം വീണ്ടും കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കബീറത്തുൻ. എന്താണ് മീനിങ്? വലിയ. ഇത് മുദക്കറാണോ മുഅന്നസാണോ? അവസാനം താ കാണുന്നുണ്ട്, അപ്പോൾ ഇത് മുഅന്നസാണ്. ഇതേപോലുള്ള വാക്കുകൾ വലിയ, ചെറിയ, ഭംഗിയുള്ള, നീളമുള്ള, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മുഅന്നസായിട്ടും മുദക്കറായിട്ടും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ കഴിയും. ഈ കബീറത്തുൻ എന്ന വാക്ക് ഇപ്പോൾ മുഅന്നസാണ്, അവസാനം താ ഉണ്ട്. ഇനി ഈ വാക്കിനെ എങ്ങനെ മുദക്കറാക്കാം?
ആ താ എടുത്ത് മാറ്റിയാൽ ഈ വാക്ക് മുദക്കറാകും. അപ്പോഴെങ്ങനെയാണ് ഉണ്ടാവുക? കബീറുൻ എന്ന് പറയും. അപ്പോൾ കബീറുൻ എന്ന് പറഞ്ഞാൽ മുദക്കറും കബീറത്തുൻ എന്ന് പറഞ്ഞാൽ മുഅന്നസുമാണ്. ഇവിടെയുള്ള വാക്കുകളൊക്കെ നമുക്ക് മുഅന്നസായും മുദക്കറായും ഉപയോഗിക്കാൻ പറ്റും, താ ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്താൽ. ഇനി രണ്ടാമത്തെ വാക്ക് ജമീലുൻ, ഭംഗിയുള്ള. ഇത് മുദക്കറാണ്, കാരണം താ ഇല്ല. ഇനി ഇതിനെങ്ങനെ മുഅന്നസാക്കാം? അവസാനം താ ചേർത്താൽ മതി. അതിവിടെ എഴുതിയിരിക്കുന്നു. ജമീലത്തുൻ, അവസാനം താ ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത് മുഅന്നസായി, അർത്ഥം ഭംഗിയുള്ള. ജമീലുൻ എന്ന് പറഞ്ഞാലും ജമീലത്തുൻ എന്ന് പറഞ്ഞാലും ഭംഗിയുള്ള എന്നാണ് അർത്ഥം. പക്ഷേ ജമീലുൻ എന്നത് മുദക്കറും ജമീലത്തുൻ എന്നത് മുഅന്നസുമാണ്. അടുത്ത രണ്ട് വാക്കുകളും അതേപോലെ തന്നെ. നലീഫുൻ, നലീഫത്തുൻ, വൃത്തിയുള്ള, വൃത്തിയുള്ള. ആദ്യത്തെ വാക്ക് മുദക്കറും രണ്ടാമത്തെ താ ഉള്ള വാക്ക് മുഅന്നസുമാണ്. ഇനി ഇതിനെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് സെൻറ്റൻസുകളാക്കാം എന്ന് നോക്കാം. ഉദാഹരണമായിട്ട് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദ നെഹ്റുൻ ജമീലുൻ, ഇതാണ് സെൻറ്റൻസ്. ഹാദ ഇത്, നെഹ്റുൻ ഒരു പുഴയാണ്. ഹാദ നെഹ്റുൻ ഇതൊരു പുഴയാണ്. എങ്ങനെയുള്ള പുഴയാണ്? ജമീലുൻ ഭംഗിയുള്ള. അപ്പോൾ ഹാദ നെഹ്റുൻ ജമീലുൻ ഇതൊരു ഭംഗിയുള്ള പുഴയാണ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നെഹ്റിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ഹാദ ചേർത്തത്? കാരണം നെഹ്ർ മുദക്കറാണ്. അപ്പോൾ മുദക്കറിൻ്റെ കൂടെ ഹാദയാണ് വരിക, ഹാദിഹി വരില്ല. അതുകൊണ്ട് ഹാദ നെഹ്റുൻ എന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ജമീലുൻ എന്ന് തന്നെ ചേർത്തത്, ജമീലത്തുൻ എന്ന് ചേർക്കാതെ? കാരണം നെഹ്ർ മുദക്കറാണ്, അപ്പോൾ ഇതും മുദക്കർ തന്നെ വരണം. ജമീലത്തുൻ എന്നുള്ളത് മുഅന്നസാണ്, ജമീലുൻ എന്നുള്ളതാണ് മുദക്കർ. അപ്പോൾ ഹാദ നെഹ്റുൻ ജമീലുൻ ഇതൊരു ഭംഗിയുള്ള പുഴയാണ്. ഈ നെഹ്റിൻ്റെ കൂടെ ജമീലുൻ എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നലീഫുൻ എന്നുകൂടെ ചേർക്കാൻ പറ്റും. അപ്പോഴെങ്ങനെയാണ് അർത്ഥം ഉണ്ടാവുക? ഹാദ നെഹ്റുൻ നലീഫുൻ. നലീഫുൻ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള. അപ്പോൾ ഹാദ നെഹ്റുൻ നലീഫുൻ എന്ന് പറയുമ്പോൾ ഇതൊരു വൃത്തിയുള്ള പുഴയാണ്. യോജിക്കുന്ന ഏത് വാക്കും ചേർക്കാൻ കഴിയും. രണ്ടാമത്തെ വാക്ക് ഹദീഖത്തുൻ. ഇതിൻ്റെ കൂടെ ഹാദ വരില്ല, കാരണം ഹദീഖത്ത് മുഅന്നസാണ്. ഹാദിഹിയാണ് വരിക. ഹാദിഹി ഹദീഖത്തുൻ ഇതൊരു പൂന്തോട്ടമാണ്. എങ്ങനെയുള്ള പൂന്തോട്ടമാണ്? ജമീലത്തുൻ ഭംഗിയുള്ള. ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ ഇതൊരു ഭംഗിയുള്ള പൂന്തോട്ടമാണ്. ഹദീഖത്ത് മുഅന്നസായതുകൊണ്ട് ഹാദിഹി വന്നു. അതോടൊപ്പം തന്നെ മുഅന്നസായതുകൊണ്ട് ശേഷം ജമീലത്തുൻ എന്ന് വന്നു. ജമീലുന്നോ നലീഫുന്നോ പറയാൻ പറ്റില്ല, ജമീലത്തുൻ എന്ന് പറയണം. അല്ലെങ്കിൽ നലീഫത്തുൻ എന്നും ചേർക്കാം, അല്ലേ? ഇത് വൃത്തിയുള്ള പൂന്തോട്ടമാണ്. ഈ വാക്കുകളൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ചേർക്കാൻ കഴിയും. തൽക്കാലം നമുക്കിവിടെ ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ എന്ന് പറയാം. ഇതൊരു ഭംഗിയുള്ള തോട്ടമാണ്. അടുത്തത് ഷജറത്തുൻ, മരം. ഇതിൻ്റെ കൂടെ ഏത് ചേരും? ഹാദയാണോ ഹാദിഹിയാണോ? ഷജറത്തുൻ എന്നാണ്. അപ്പോൾ മുഅന്നസാണ്, അതുകൊണ്ട് ഹാദിഹിയാണ് ചേരേണ്ടത്. ഹാദിഹി ഷജറത്തുൻ ഏത് ചേർക്കാം? ഇവിടെയുള്ള വാക്കിൽ കബീറത്ത് ചേർക്കാം, അല്ലേ? വലിയ മരം എന്നല്ലേ പറയുക. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ ഇതൊരു വലിയ മരമാണ്. ഷജറത്ത് മുഅന്നസാണ്, അതുകൊണ്ട് തന്നെ കബീറത്തും മുഅന്നസായിരിക്കണം. ഇവിടെയുള്ള മുദക്കറായ വാക്കുകളൊന്നും ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റില്ല. ഇനി ജദ്വലുൻ. ജദ്വൽ മീൻസ് അരുവി. ഇത് മുദക്കറാണ്, അവസാനം തായില്ല, അപ്പോൾ ഹാദ വെക്കാം. ഹാദ ജദ്വലുൻ ഇതൊരു അരുവിയാണ്. എങ്ങനെയുള്ള അരുവിയാണ്? നലീഫുൻ വൃത്തിയുള്ള. ഹാദ ജദ്വലുൻ നലീഫുൻ ഇതൊരു വൃത്തിയുള്ള അരുവിയാണ്. ജദ്വല് മുദക്കറാണ്, അതുകൊണ്ട് നലീഫുൻ എന്ന് തന്നെ വെക്കണം. നലീഫത്തുൻ എന്ന് വെച്ചാൽ തെറ്റാണ്. ഇനി ബിർക്കത്തുൻ, അതിവിടെ കൊടുത്തിരിക്കുന്നു. ഹാദിഹി ബിർക്കത്തുൻ നലീഫത്തുൻ ഇതൊരു വൃത്തിയുള്ള കുളമാണ്. ബിർക്കത്ത് മീൻസ് കുളം. ഇനി ബൈത്ത്, വീട്. വീടിൻ്റെ കൂടെ ഏത് വരും? ബൈത്ത് മുദക്കറാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹാദ ബൈത്തുൻ നലീഫുൻ വൃത്തിയുള്ള വീട്. ഹാദ ഇത് ബൈത്തുൻ ഒരു വീടാണ്. എങ്ങനെയുള്ള വീടാണ്? നലീഫുൻ വൃത്തിയുള്ള. വേണമെങ്കിൽ ജമീലുൻ എന്ന് വെക്കാം. ഹാദ ബൈത്തുൻ ജമീലുൻ ഇത് ഭംഗിയുള്ള വീടാണ്.
മനസ്സിലായല്ലോ ഹാദയും ഹാദിഹിയും ഏതൊക്കെ വാക്കിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടത് എന്ന്. ഹാദ മുദക്കറാണ്, അതുകൊണ്ട് മുദക്കറായ വാക്കുകളുടെ കൂടെ ഹാദ ചേർക്കുക. ഹാദിഹി മുഅന്നസാണ്, അതുകൊണ്ട് മുഅന്നസായ വാക്കുകളുടെ കൂടെ ഹാദിഹി ചേർക്കുക. ആദ്യത്തെ 2 സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹാദ നെഹ്റുൻ ജമീലുൻ, ഇതൊരു ഭംഗിയുള്ള പുഴയാണ്. ഹാദിഹി ബിർക്കത്തുൻ നലീഫത്തുൻ, ഇതൊരു വൃത്തിയുള്ള കുളമാണ്. ഇനി ഇവിടെ ചേർക്കേണ്ട 2 സെൻറ്റൻസുകൾ നമുക്കിവിടെ എഴുതാം. ഏതൊക്കെയാണവ? ഹാദ ജദ്വലുൻ നലീഫുൻ, ഇതൊരു വൃത്തിയുള്ള അരുവിയാണ്. അടുത്തത് ഹാദ ബൈത്തുൻ നലീഫുൻ, ഇതൊരു വൃത്തിയുള്ള വീടാണ്. ഇനി ഇവിടെ ഹാദിഹി ഹദിയഖത്തുൻ ജമീലത്തുൻ, ഇതൊരു ഭംഗിയുള്ള തോട്ടമാണ്. അടുത്തത് ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, ഇതൊരു വലിയ മരമാണ്. ഇനി അടുത്ത പേജ് നോക്കാം. 13ാമത്തെ പേജിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നക്തുബ് ബയാനൻ, ഒരു വിവരണം എഴുതണം. ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം. ബയാനം ബസീത്തൻ, ലഘുവായ വിവരണം. അതായത് കുറച്ച് സെൻറ്റൻസുകൾ എഴുതണം. എന്തിനെക്കുറിച്ച്? അനിൽ ഹദീഖത്തി, തോട്ടത്തെക്കുറിച്ച്. ഇവിടെ ഒരു തോട്ടമുണ്ട് അല്ലേ? ഈ തോട്ടത്തിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് എഴുതാം. തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ആദ്യം തന്നെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഒരു കുളമുണ്ട്, കുളത്തിലൊരു തവള ഇരിക്കുന്നുണ്ട്. പിന്നെ മരങ്ങളുണ്ട്, മരത്തിൻ്റെ മേലെ പക്ഷികളുണ്ട്, പൂവുണ്ട്, ചെടിയുണ്ട്, പൂമ്പാറ്റയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? എഴുതേണ്ടതിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദിഹി ഹദിയഖത്തുൻ ജമീലത്തുൻ, ഇതൊരു ഭംഗിയുള്ള തോട്ടമാണ്. ഹാദിഹി ഹദിയഖത്തുൻ, ഇതൊരു പൂന്തോട്ടമാണ്. ജമീലത്തുൻ, ഭംഗിയുള്ള. ഫിൽ ഹദിയഖത്തി, ഈ ഹദിയഖത്തിലുണ്ട്, ഈ തോട്ടത്തിലുണ്ട്. എന്താണ് തോട്ടത്തിലുള്ളത് എന്ന് നമ്മളിവിടെ എഴുതണം. എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മളിവിടെ നോക്കി അല്ലേ? ഈ കാര്യങ്ങളൊക്കെ എഴുതണം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹാദിഹി ഹദിയഖത്തുൻ ജമീലത്തുൻ, ഇതൊരു ഭംഗിയുള്ള തോട്ടമാണ്. ഫിൽ ഹദിയഖത്തി ബിർക്കത്തുൻ സഗീറത്തുൻ, തോട്ടത്തിലൊരു ചെറിയ കുളമുണ്ട്. നമ്മൾ കുളം കണ്ടല്ലോ. ഫിൽ ഹദിയഖത്തി ബിർക്കത്തുൻ, തോട്ടത്തിലൊരു കുളമുണ്ട്. എങ്ങനെയുള്ള കുളമാണ്? സഗീറത്തുൻ, ചെറിയ. പിന്നെയോ ഫിൽ ബിർക്കത്തി, കുളത്തിലുണ്ട് നബാത്തു ലോട്ടസ്, ലോട്ടസ് ചെടിയുണ്ട്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര അല്ലേ? താമര ചെടി കുളത്തിലുണ്ട്. ഇതാണ് താമരയുടെ ചെടി. ഈ താമരയുടെ ഇലയിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ തവള ഇരിക്കുന്നത്. അപ്പോൾ താമരയുടെ ചെടി കുളത്തിലുണ്ട്. അടുത്ത സെൻറ്റൻസ് തജ്ലിസു അലൈഹി ലഫ്ദഅത്തുൻ, അതിൻ്റെ മേലൊരു ലഫ്ദഅത്ത്, തവള ഇരിക്കുന്നുണ്ട്. തജ്ലിസു, ഇരിക്കുന്നു. അലൈഹി, അതിൻ്റെ മേൽ. ഏതിൻ്റെ മേൽ? ആ ചെടിയുടെ മേൽ, താമര ചെടിയുടെ മേൽ ഇരിക്കുന്നുണ്ട്. ലഫ്ദഅത്തുൻ, ആര്? ഒരു തവള. ഇനിയോ വഫിൽ ഹദീഖത്തി അഷ്ജാറുൻ, തോട്ടത്തിൽ മരങ്ങളുണ്ട്. മരങ്ങൾ നമ്മൾ കണ്ടു. വ അലൽ അഷ്ജാരി, മരങ്ങളുടെ മേലെ ഉണ്ട്. ഉറാബുൻ വ ബബ്ഗാഉൻ, ഒരു കാക്കയും ഒരു തത്തയും. അല എന്ന് പറഞ്ഞാൽ മേലെ. അലൽ അഷ്ജാരി, മരങ്ങളുടെ മേലെയുണ്ട്. ഉറാബുൻ, ഒരു കാക്ക. വ ബബ്ഗാഉൻ, ഒരു തത്ത. തത്തയും കാക്കയും മരങ്ങളുടെ മേലെയുണ്ട്. ഹുമാ യതകല്ലമാനി, അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും. ആരൊക്കെ? ഈ ബബ്ഗാഉം ഉറാബും എന്ത് ചെയ്യുകയാണ്? യതകല്ലമാനി, സംസാരിക്കുകയാണ്. നമ്മളിവിടെ ചിത്രം നോക്കിയാൽ മനസ്സിലാകും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ കാര്യം നമ്മൾ എഴുതി. ഇനി വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറത്തുൻ, പിന്നെ തോട്ടത്തിൽ ധാരാളം ചെടികളുണ്ട്. വഫിൽ ഹദീഖത്തി, തോട്ടത്തിലുണ്ട്. അഗ്റാസുൻ, ചെടികൾ. കസീറത്തുൻ, ധാരാളം ചെടികളും തോട്ടത്തിലുണ്ട്. വ അലൽ അഗ്റാസി, ആ ചെടികളുടെ മേൽ ഉണ്ട്. അസ്ഹാറുൻ ജമീലത്തുൻ, ഭംഗിയുള്ള പൂക്കൾ. വ അലൽ അഗ്റാസി, ചെടികളുടെ മേലെയുണ്ട്. അസ്ഹാറുൻ, പൂക്കൾ. എങ്ങനെയുള്ള പൂക്കളാണ്? ജമീലത്തുൻ, ഭംഗിയുള്ള പൂക്കൾ. വൽ ഫറാശാത്തു തത്വീറു ഹൗലൽ അസ്ഹാരി, പൂമ്പാറ്റകൾ പൂക്കളുടെ ചുറ്റും പറക്കുകയാണ്. വൽ ഫറാശാത്തു, പൂമ്പാറ്റകൾ. തത്വീറു, പറക്കുന്നുണ്ട്. ഹൗലൽ അസ്ഹാരി, പൂക്കളുടെ ചുറ്റും. ഹൗല എന്ന് പറഞ്ഞാൽ ചുറ്റും. അൽ അസ്ഹാർ, പൂക്കൾ. പൂക്കളുടെ ചുറ്റും പൂമ്പാറ്റകൾ പറക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പൂന്തോട്ടത്തെക്കുറിച്ചുള്ള ബയാൻ തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത പേജ് നോക്കിയാൽ
നമ്മൾ മുമ്പ് പഠിച്ച കഥയുടെ ബാക്കി കാണാം. അതായത് നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഒരു കഥ, ഗ്രാമത്തിനെ കുറിച്ചുള്ള കഥ, ഇവിടെയുള്ള കഥ അല്ലേ. ഈ കഥയുടെ അവസാനം പറഞ്ഞത് വക്കാനഹദ മൻദറൻ ജമീലൻ, അതൊരു മനോഹരമായ കാഴ്ചയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ഇനി ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ 14-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട കഥയിലെ കാര്യങ്ങളൊക്കെ മുമ്പ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴുള്ള പുഴയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ആകെ മലിനീകരിക്കപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. പുഴയിലെല്ലാം വാരി വലിച്ച് എറിഞ്ഞിട്ടുണ്ട്, വേസ്റ്റുകളൊക്കെ ഉണ്ട് പുഴയിൽ. അതാണ് ഇപ്പോൾ ആ പുഴയുടെ അവസ്ഥ. നമുക്കൊന്ന് നോക്കാം. വലാകിന്ന നെഹ്റ, പക്ഷേ പുഴ അൽ ആൻ ഇപ്പോൾ മലീ ഉൻ ബിൽ ഫളലാത്തി, മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മലീ ഉൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുകയാണ്, ബിൽ ഫളലാത്തി മാലിന്യങ്ങളാൽ, വൽ കാറൂറാത്ത് ബോട്ടിലുകളാൽ. ഫളലാത്ത് മീൻസ് മാലിന്യങ്ങൾ, വേസ്റ്റുകൾ അല്ലേ. കാറൂറാത്ത് എന്ന് പറഞ്ഞാൽ ബോട്ടിൽസ്, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലുകളില്ലേ, വാട്ടർ ബോട്ടിൽസ്, അങ്ങനെയുള്ള ബോട്ടിലുകളുണ്ട്. വൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയ, പിന്നെ പ്ലാസ്റ്റിക് കീസുകളുണ്ട്, പ്ലാസ്റ്റിക് സഞ്ചികൾ. പ്ലാസ്റ്റിക് സഞ്ചികളാലും പിന്നെ ബോട്ടിലുകളാലും മറ്റു മാലിന്യങ്ങളാലും നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ പുഴ. തലവ്വസ നെഹ്റു, നെഹ്റ് മലിനമാക്കപ്പെട്ടു. തലവ്വസ എന്ന് പറഞ്ഞാൽ മലിനമായി, അന്നെഹ്റു നെഹ്റ് പുഴ മലിനമായി. വ തലവ്വസത്തിൽ ബിഅതു, അതുകൊണ്ട് തന്നെ പ്രകൃതിയും മലിനമായി, നമ്മുടെ പരിസ്ഥിതിയും മലിനമായി. പുഴ മലിനീകരിക്കപ്പെട്ടു, അപ്പോൾ പ്രകൃതി മുഴുവൻ മലിനീകരിക്കപ്പെടും. അങ്ങനെ മൊത്തം മലിനീകരിക്കപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഇവിടെയുള്ളത്. ബിമ തലവസ നെഹ്റു, ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. ബിമ എന്തുകൊണ്ടാണ്, എന്തിനെ കൊണ്ടാണ് തലവസ നെഹ്റു പുഴ മലിനമായത്? എന്തിനെ കൊണ്ടാണ്? ഈ വേസ്റ്റുകളും കാറൂറാത്തൊക്കെ കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ഇവിടെ ഉത്തരം എഴുതണം. ഉത്തരം എഴുതേണ്ടത് തലവസ നെഹ്റു ബിൽ ഫളലാത്തി വൽ കാറൂറാത്തി വൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയ എന്നാണ്. തലവസ നെഹ്റു പുഴ മലിനമായി എന്തിനെ കൊണ്ടൊക്കെ? ബിൽ ഫളലാത്തി വേസ്റ്റുകൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട്, വൽ കാറൂറാത്തി ബോട്ടിലുകൾ കൊണ്ട്, വൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് സഞ്ചികളെ കൊണ്ട്. ഇവിടെയുള്ള കാര്യങ്ങളാണിത് അല്ലേ. ഇവയൊക്കെ കൊണ്ടാണ് പുഴ മലിനമായത്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള പുഴകളൊന്നും മലിനമാകാതെ നോക്കണം. അങ്ങനെ മലിനമാകാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.